നാടിനൊപ്പം എന്ന പരിപാടി അതൊരു വെറും ആശയമല്ല. അതിവേഗതയിൽ സഞ്ചരിക്കുന്ന കാലത്തിനൊപ്പം നമ്മളും സഞ്ചരിക്കുകയാണ്, ഒപ്പം നമ്മുടെ കുഞ്ഞുമക്കളും. ഇത്തരമൊരു സിറ്റുവേഷനിൽ നമ്മുടെ മക്കൾ പിന്തള്ളപ്പെടുന്നില്ല എന്നതിൻ്റെ സൂചനയ്ക്കെന്നോണം ഒരു വർഷത്തിൻ്റെ അവസാന കാലഘട്ടത്തിൽ ഒരു തിരിഞ്ഞുനോട്ടം അനിവാര്യമാണ്. എങ്കിൽ മാത്രമേ മുൻപോട്ടുള്ള യാത്രയിൽ പുതിയൊരു അറിവിനെ ആർജിച്ചെടുക്കാൻ സാധിക്കൂ. അതാണ് നാടിനൊപ്പം എന്ന പരിപാടിയിലുടനീളം പ്രതിപാദിക്കുന്നത്. കൊച്ചൂസ് കിഡ്സ് സ്കൂൾ ഒരു വർഷം തികയുന്ന ഈ വേളയിൽ ഓരോ രക്ഷിതാവിനും തൻ്റെ കുഞ്ഞിനുണ്ടായ മാറ്റത്തെക്കുറിച്ച് സംസാരിക്കാവുന്നതാണ്. നാട്ടിലെ ഓരോ വ്യക്തിക്കും സ്കൂളിനെക്കുറിച്ച് സംസാരിക്കാനുള്ള ഒരു അവസരം കൂടിയാണിത്. അറിവിൻ്റെ വാതായനങ്ങൾ തുറക്കപ്പെടുമ്പോൾ സ്നേഹത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും കൂട്ടായ്മയുടെയും പങ്കുചേരലാകട്ടെ തുടക്കം. പുതിയൊരു അധ്യയന വർഷത്തിൻ്റെ ആവിഷ്കരണത്തിനായി സമൂഹത്തിലേക്ക് അധ്യാപകർ നേരിട്ട് ഇറങ്ങി വന്ന് ജനങ്ങളുടെ അഭിപ്രായങ്ങൾ സ്വീകരിക്കുമ്പോൾ ആ നാട് സ്കൂളിന് കരുത്തേകുകയാണ്. ചെറുവറ്റ പ്രദേശത്തിന് പ്രകാശഗോപുരമായി എന്നു നിലകൊള്ളാൻ കൊച്ചൂസ് കിഡ്സ് സ്കൂളിന് സാധിക്കുമാറാകട്ടെ. ഒത്തിരി സന്തോഷം നിറഞ്ഞ ഈ നിമിഷത്തിൽ ഏറെ അഭിമാനത്തോടെ ഓർമ്മപ്പെടുത്തുകയാണ് നാട്ടിലെ ജനങ്ങൾക്കൊപ്പം തന്നെ നമ്മുടെ നാടിൻ്റെ പ്രിയ സാരഥികളായ കുരുവട്ടൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി സരിത മേഡം നമ്മളോടൊപ്പം തന്നെ ഉണ്ടായിരുന്നു. യുവത്വത്തിൻ്റെ പ്രസരിപ്പിലും നാടിൻ്റെ പ്രവർത്തനങ്ങൾക്കായും ഊർജ്ജസ്വലതയോടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന നമ്മുടെ വാർഡിൻ്റെ പ്രിയ സാരഥി അഡ്വക്കേറ്റ് നൂറുദ്ദീൻ സാർ സ്കൂളിൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും സജീവ പങ്കാളിത്തം വഹിച്ചു. ഏറെ തിരക്കുകൾക്കിടയിലും തിരക്കുകളെല്ലാം മാറ്റിവെച്ച് സ്കൂളിൻ്റെ പ്രവർത്തനങ്ങളിൽ നമ്മുടെ കുന്നമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ജയപ്രകാശൻ സാറിൻ്റെ നിറഞ്ഞ പങ്കാളിത്തം ഉണ്ടായിരുന്നു. ഇവർക്ക് കൊച്ചൂസ് കിഡ്സ് സ്കൂളിൻ്റെ സ്നേഹത്തിൻ്റെ 1000 നറുമലരുകൾ അർപ്പിക്കുന്നു. ഈ കാലയളവിൽ സ്കൂളിൻ്റെ പ്രവർത്തനങ്ങളുടെ നന്മ തൊട്ടറിഞ്ഞ സാമൂഹ്യ പ്രവർത്തന മേഖലകളിൽ സജീവമായ ജയരാജേട്ടനും ഭാര്യ ലിസ ചേച്ചിയും സ്കൂൾ സന്ദർശിക്കുകയും അധ്യാപകർക്കും കുട്ടികൾക്കും ഒപ്പം സ്നേഹനിമിഷങ്ങൾ പങ്കുവയ്ക്കുകയും ചെയ്തു. സ്കൂൾ സ്ഥാപകയും അധ്യാപികയും ആയ ഷൈബ ടീച്ചറെ ആദരിക്കുകയും ഒപ്പം കുട്ടികളെ അനുമോദിക്കുകയും ചെയ്തു. അദ്ദേഹത്തിനും ഭാര്യയ്ക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി അറിയിക്കുന്നു. എജ്യുക്യാമ്പ് ടാലൻ്റ് എക്സാമിൽ 2ാം സ്ഥാനം കരസ്ഥമാക്കിയ അലനിസയെ അനുമോദിച്ച കുന്നമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഷിയോലാൽ സാറിനെ ഈ അവസരത്തിൽ നന്ദി അറിയിക്കുന്നു. ചെറുവറ്റ പ്രദേശവാസികളായ ഏവർക്കും ഒരിക്കൽ കൂടി കൊച്ചൂസ് കിഡ്സ് സ്കൂളിൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. ഒരു വീടൻ വല വിരിച്ചു ഇത്തിരി വിത്തെറിഞ്ഞു ഒത്തിരി കൊത്തെറിഞ്ഞു പക്ഷികൾ വന്നണഞ്ഞു പാവങ്ങൾ എന്തെറിഞ്ഞു കാലെടുത്തു കൊക്കുടക്കി കൊക്കെടുത്തു നേരുടക്കി അച്ചും ചിറകിട്ടടിച്ചും ആ പാവങ്ങൾ ആവലയ്ക്കുള്ളിൽ കുഴഞ്ഞു പോയി. മിസ്സുമാരെങ്ങനുണ്ട്? സൂപ്പറാണ്. കുട്ടികളാ ഫ്രണ്ട്സാ? കൊച്ചൂസ് കിഡ്സ് സ്കൂൾ എല്ലാം കൊണ്ടും സൂപ്പർ. എനിക്ക് കൊച്ചൂസ് കിഡ്സ് സ്കൂൾ ഭയങ്കര ഇഷ്ടമാണ്. നല്ല കെയറിംഗ് ആണ്. പ്രിയമുള്ളവരെ, നമ്മുടെ ചെറുവറ്റ പ്രദേശത്ത് ഒരു വർഷമായി തുടർന്ന് നടത്തിക്കൊണ്ടിരിക്കുന്ന കൊച്ചൂസ് സ്കൂൾ നമ്മുടെ പ്രദേശത്തുള്ള കുട്ടികൾക്കും അതുപോലെ തന്നെ എല്ലാവർക്കും ഉപകാരപ്രദമാകുന്ന രീതിയിൽ നല്ല രീതിയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സ്ഥാപനമാണ്. അവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ സ്കൂള് കുട്ടികളാക്കി നമുക്ക് നമ്മുടെ ആവശ്യാനുസരണം ജോലിക്കോ മറ്റോ പോയി വരാൻ സാധിക്കുന്ന രീതിയിലുള്ള ഒരു ഡേ കെയർ സംവിധാനവും അതുപോലെ തന്നെ നഴ്സറി സ്കൂളുകൾ അവിടെ നല്ല രീതിയിൽ LKG UKG പഠനം
നടന്നുകൊണ്ടിരിക്കുന്നു. മറ്റൊരു സംവിധാനം എന്ന് പറയുന്നത് നമ്മുടെ ജോലിക്ക് പോയി വരുന്നതിനുപരി നമ്മുടെ കുട്ടികൾ സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് നമ്മുടെ വീട്ടിൽ നമ്മൾ രക്ഷിതാക്കളില്ലാത്ത വീടുകൾ അവർക്ക് ആഫ്റ്റർ സ്കൂൾ എന്ന് പറഞ്ഞുകൊണ്ട് അവരെ കെയർ ചെയ്ത് നമ്മൾ തിരിച്ചു വരുന്നത് വരെ അവരെ നല്ല രീതിയിൽ സംരക്ഷിച്ച് പഠനം, കളി അതുപോലുള്ള സംഗീതം നടത്തുന്ന നല്ല ടീച്ചേഴ്സും സംവിധാനങ്ങളുമുള്ള ഒരു സ്ഥാപനമാണ് നമ്മുടെ കൊച്ചൂസ് സ്കൂള്. അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രദേശത്തെ മുഴുവൻ ജനങ്ങളുടെയും പിന്തുണയും സഹകരണവും സ്കൂളിന് ഉണ്ടാകണമെന്നും 1ാം വർഷത്തിൽ അത് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നതിന് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഹലോ, എൻ്റെ മോള് ഈ ഇയർ ഞാൻ കൊച്ചൂസ് കിഡ്സ് സ്കൂളിലാണ് വിട്ടത്. ഞാൻ ഒരുവിധം എല്ലാവർക്കും പ്രിഫർ ചെയ്യും. കാരണം ഇവിടെ ടീച്ചേഴ്സ് ആയാലും നല്ല കെയറിങ്ങും കാര്യങ്ങളൊക്കെയാണ്. അതുപോലെ തന്നെ മക്കൾക്ക് ഇൻഡോർ ഔട്ട്ഡോർ ഗെയിംസ് ഒക്കെ കൊടുത്തിട്ട് അവരെ ഒരുപാട് സ്കിൽസ് അവർക്ക് കിട്ടുന്നുണ്ട്. അതിലൂടെ തന്നെ പല പല ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല അവരെ ഓരോ കാര്യങ്ങളിലും നല്ല ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്. മക്കളുടെ സംസാരത്തിലായിക്കോട്ടെ എല്ലാത്തിലും നല്ല ഇമ്പ്രൂവ്മെൻ്റ് കാര്യങ്ങളുണ്ട്. അപ്പം ഞാൻ ഒരുവിധം എല്ലാവർക്കും ഞാൻ പ്രിഫർ ചെയ്യും. കാരണം നല്ല ടീച്ചേഴ്സ് ആയിക്കോട്ടെ നല്ല കെയറിങ്ങും കാര്യങ്ങളൊക്കെയാണ് എല്ലാ കാര്യത്തിലും. ഫുഡ് കൊടുക്കുന്നതിലായാലും കുട്ടികളെ നോക്കുന്നതിലായാലും എല്ലാത്തിലും. അപ്പോൾ നമ്മുടെ നാടിന് തന്നെ ഒരു ഇതുപോലെ നല്ലൊരു പ്ലേ സ്കൂൾ ആവശ്യമാണ് എല്ലാവർക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരുവിധം എല്ലാവർക്കും ഞാൻ പ്രിഫർ ചെയ്യും. എൻ്റെ പേര് അഞ്ജു. എൻ്റെ മകൻ ഇവിടെ കൊച്ചൂസ് കിഡ്സ് സ്കൂളിലാണ് പഠിക്കുന്നത്. കഴിഞ്ഞ അക്കാഡമിക് ഇയറിലാണ് നമ്മൾ ഇവനെ ഇവിടെ ചേർത്തുന്നത്. എങ്ങനെയാണോ ഞങ്ങൾ മനസ്സിൽ വിചാരിച്ച് ടീച്ചേഴ്സിൻ്റെ അടുത്ത് നിന്നുള്ള ഒരു സപ്പോർട്ട്, കെയർ അതൊക്കെ നല്ല രീതിയിൽ അവന് കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ മാറ്റങ്ങളും അതിൻ്റെ ഒരു കാരണം ആക്ടിവിറ്റി ബേസ്ഡ് ആയിട്ടുള്ളൊരു ക്ലാസ് ആയതുകൊണ്ട് തന്നെ അവന് അത് ഭയങ്കര ബെനിഫിറ്റാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ക്ലാസ്സിൽ നിന്ന് തന്നെ പറഞ്ഞു കൊടുത്ത് അവർക്ക് നല്ല രീതിയിൽ അത് ചെയ്യുന്നത് കൊണ്ട് തന്നെ വീട്ടിലെത്തിയാലും അവന് അതിന് പഠിക്കാനുള്ളൊരു താല്പര്യവും ബുക്സിനോടും ഒന്നും ഒരു അവേർഷനും അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല. ചെറിയ ഇതിൽ തന്നെ ലേണിങ്ങിനുള്ളൊരു താല്പര്യം ഉണ്ടാക്കാൻ കുട്ടികൾക്ക് ഈ സ്കൂള് ഭയങ്കരമായിട്ട് യൂസ്ഫുൾ ആയിട്ടുണ്ട്. അപ്പം അടുത്ത വർഷമാണെങ്കിലും നമ്മൾ അവനെ ഇവിടെ തന്നെയാണ് UKG ഹയർ ഇതിലേക്ക് താല്പര്യം കാണിക്കുന്നത്. കാരണം അവനുള്ള സപ്പോർട്ട് നമ്മൾ എത്ര സ്ഥലത്തും നമുക്ക് അങ്ങനെ കിട്ടുമെന്ന് നമുക്കറിയില്ല. അതുകൊണ്ട് തന്നെ ഈ കിഡ്സ് സ്കൂളിൽ അതിൻ്റെ കൂടാതെ ഉള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പ്ലേ സ്കൂളും അതുപോലെ തന്നെ ആഫ്റ്റർ കെയറും ഒക്കെ ഉള്ളതുകൊണ്ട് ചെറിയ കുട്ടികളാണെങ്കിൽ തന്നെ അവരിൽ ഇത് ഒരു പിയർ ഗ്രൂപ്പുമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ഉണ്ടാക്കാനും ഒക്കെ ഇത് ഹെൽപ്പാവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ പ്രിഫർ ചെയ്യുന്നുണ്ട് ഇത്തരമൊരു സ്കൂൾ. നമുക്ക് ഭയങ്കര ഒരു എന്താ പറയുക, കുട്ടികൾക്ക് നല്ലൊരു ബാക്ക്ഗ്രൗണ്ട് ഡെവലപ്മെൻറ്റിന് ചെറിയ പ്രായത്തിൽ തന്നെ കിട്ടാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. പുരോഗതി ഉണ്ടാവട്ടെ. നമുക്കതിന് സന്തോഷമേ ഉള്ളൂ. ഈ നാടിൻ്റെ വികസനമായിട്ട് അംഗീകരിക്കാൻ വേണ്ടി ദൈവം സഹായിക്കട്ടെ. കൊച്ചൂസിലേക്ക് ആക്കുന്നത് 2 വയസ്സും 2 മാസവും ആയ സമയത്താണ്. ഇപ്പം ഒന്നും ചെയ്യാത്ത ഓനിപ്പോൾ ഒറ്റയ്ക്ക് ഭക്ഷണം കഴിക്കാൻ പഠിച്ചു, ഒറ്റയ്ക്ക് ചെരുപ്പിട്ട് പോകാൻ പഠിച്ചു, വർത്തമാനം പറയാനൊക്കെ പഠിച്ചത് കൊച്ചൂസിലാക്കിയതിന് ശേഷമാണ്. നല്ലൊരു അഭിപ്രായം. എൻ്റെ അഭിപ്രായം അതായത് തന്നെ നല്ലൊരു ഇണങ്ങി വന്നിട്ടുണ്ട് എല്ലാവരും. പിന്നെ സംസാരത്തിലൊക്കെ കുറേ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. കടവിൽ വന്ന് താമസാക്കിയിട്ട് ഒരു 10-20 വർഷമായി. ഞാനിവിടെ ഇപ്പോൾ അടുത്തുകൊണ്ടൊരു വർഷമായിട്ട് ഈ ചെറുവറ്റയിൽ ആരംഭിച്ച കൊച്ചൂസ് കിഡ്സ് സ്കൂളിനെ പറ്റിയിട്ട് ഞാൻ അതിനെപ്പറ്റി ഒന്ന് കാണുകയും അതിനെപ്പറ്റി എല്ലാം പറഞ്ഞത് നോക്കുമ്പോൾ എല്ലാവർക്കും നല്ലൊരു ഉപകാരമുള്ള ഒരു സ്കൂളായിട്ടാണ്. കുട്ടികൾക്ക് വേണ്ടിയുള്ള എല്ലാവിധ സൗകര്യങ്ങളും അവിടെ ഒരുക്കിയിട്ടുണ്ട്. നല്ല നല്ല ടീച്ചർമാരുണ്ട്. ഭക്ഷണത്തിൻ്റെ കാര്യത്തിലും എല്ലാവർക്കും ഒരു ഉപകാരപ്രദമാകുന്നൊരു സംരംഭമായിട്ടാണ് എനിക്കത് മനസ്സിലായത്. ഞാനിവിടെ ഒരു ഷോപ്പ് നടത്തുന്ന ആളാണ്. ഫാഷൻ ടെക്സ്റ്റൈൽസ് എന്നാണ് റെഡിമെയ്ഡ് ഷോപ്പിൻ്റെ പേര്. എല്ലാവിധ സ്കൂളിന് വേണ്ടിയിട്ട് എല്ലാവിധ ഭാഗങ്ങളും നേരുകയാണ്. കൊച്ചൂസ് കിഡ്സ് സ്കൂൾ സൂപ്പർ. Good morning, everybody. Today we are going to study in capital letter P. You know this? P. Capital letter P. And small letter P. Capital P is for balloon. Balloon. P
Then the elephant asked the monkey, "Will you be my friend?" The monkey said, "No, no way, because you are a big one. You are a big one. You can't climb like me. You are a big elephant." Next day, elephant again went to jungle, and on the way he find a frog coming across him. The elephant asked the frog, "Froggy, froggy, will you?" One day, elephant went to jungle to find his friends. My dear butterflies, today you are going to learn numbers 1 to 10. Are you ready? Count in your finger. 1, 2, 3, 4, 5. How many fingers on one hand? How many fingers on one hand? How many fingers on one hand? Let's do count to വണ്ടിനെ കണ്ടിട്ടുണ്ടോ? ഏത് കളർ വണ്ടിനെ കണ്ടേ? നീല നീല വണ്ടിയിലെ നമുക്ക് ചിത്രത്തിലൂടെ നീല വണ്ടിനെ പരിചയപ്പെടാം. വണ്ടി എന്താ ചെയ്യുന്നത്? തേൻ കുടിക്കല്ലേ? പൂക്കൾ തോറും പാറി നടന്ന് വണ്ടി തേൻ കുടിച്ചോണ്ട് നിക്കല്ലേ വണ്ടി? നമുക്കൊരു വണ്ടിന്റെ പാട്ടായാലോ? എല്ലാവരും പാടുമോ? നീല വണ്ടി മിണ്ടൂലേ, എന്നോട് മിണ്ടൂലേ, കണ്ടിടത്തെല്ലാം പാറി നടന്ന അമ്മുമ്മ തല്ലൂലേ, നിന്നെ അമ്മുമ്മ തല്ലൂലേ. വണ്ടേ വണ്ടേ നീല വണ്ടേ മിണ്ടൂലേ, എന്നോട് മിണ്ടൂലേ, കണ്ടിടത്തെല്ലാം പാറി നടന്ന അമ്മുമ്മ തല്ലൂലേ, നിന്നെ നീല വണ്ടേ മിണ്ടൂലേ, എന്നോട് മിണ്ടൂലേ, കണ്ടിടത്തെല്ലാം പാറി നടന്ന അമ്മുമ്മ തല്ലൂലേ, നിന്നെ അമ്മുമ്മ തല്ലൂലേ. ലല്ലലം കൊല്ലുന്ന ചെല്ലക്കിളികളെ വേദം കുരുക്കും